വരും. കൊച്ചിയൊക്കെനല്ലേ അവൻ പഠിക്കട്ടെ. തൊപ്പിയുടെ ലോസിനെ പറ്റി എന്താ അഭിപ്രായം? ലോസിനെ പറ്റി എനിക്കൊരു അഭിപ്രായവും ഇല്ല ബ്രോ. നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാലോ തൊപ്പിയുടെ ഒരു സ്ട്രീമിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന്. അവൻ അവൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ അവൻ്റെ രീതിയിൽ ചെയ്യുന്നു. മേ ബി ചിലപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കാം, മേ ബി അല്ലായിരിക്കാം. അതൊക്കെ അവൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. ഞാൻ വലുതായിട്ട് ഈ ക്രിപ്റ്റോ ഒന്നും അവൻ അതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആരോട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ ഗൈസ്. അപ്പൊ നമ്മുടെ താരത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഏത് കോയിനാ വാങ്ങിച്ചേ, എന്താ വാങ്ങിച്ചേ, അത് ചിലപ്പോൾ അതൊക്കെ അവന്റെ കാര്യങ്ങളായിരിക്കും. അത് എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഇൻഫോയും ഇല്ലാത്തൊരു കാര്യം. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ കോയിനുകളെ പറ്റിയും ഇതൊന്നും എനിക്ക് അറിയത്തുമില്ല. അതാണ് വേറൊരു കാര്യം. ബ്രോ, എൻ്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഇന്നലെ. അയ്യോ, കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. നല്ലൊരു സ്റ്റാർട്ട് ആയിരിക്കട്ടെ, നല്ലൊരു ഇതായിരിക്കട്ടെ. അണ്ണാ നമസ്കാരം. നമസ്കാരം ബ്രോ. പിന്നെ വേറൊരു കാര്യം പറയാം ഗൈസ്, വേറൊരു കാര്യം പറയാം. കിക്കിനകത്തുനിന്ന് ഒരു പൈസ പോലും ആർക്കും കിട്ടിയിട്ടില്ല. അതിപ്പോൾ തൊപ്പിക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, ഞങ്ങൾക്കായിക്കോട്ടെ. എനിക്ക് 1 മാസത്തെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 1 മാസത്തെ പേയ്മെൻറ്റ് കിട്ടിയതാണ്. 1 മാസത്തെ പേയ്മെൻറ്റ് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും 1 മാസത്തെ പേയ്മെൻറ്റ് കിട്ടിയുള്ളൂ. രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ ആദ്യത്തെ മാസത്തെ പേയ്മെൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അടുത്ത 3 മാസത്തെ പേയ്മെൻറ്റും തരാതാണ് ടെർമിനേറ്റ് ചെയ്തത്. ഈവൻ തൊപ്പിയേയും ടെർമിനേറ്റ് ചെയ്തതാണ് കിക്കിന്ന്. ലൈവിലിരുന്ന് ബിഗ് ബോസ് കണ്ട്. സോ അവർ ബിഗ് ബോസ് കണ്ടപ്പോൾ ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും കൂടി നല്ലൊരു എമൗണ്ട് ഫൈൻ അടച്ചു കൊടുത്തു. അതുകൊണ്ട് തൊപ്പിയെ ടെർമിനേറ്റ് ചെയ്തതാണ് കിക്കിനകത്തുനിന്ന്. കിക്കിന്ന് അവന് പൈസ കിട്ടിയിട്ടില്ല. അത് ഈവൻ നമ്മുടെ മാനേജേഴ്സ് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം അതാണ്. കിക്കല്ല അവന് പൈസ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു അഭിപ്രായം അതേ ഉള്ളൂ. കിക്കിൽ നിങ്ങൾക്ക് ഗൈസ് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് ആണ്. അവർ വ്യൂവേഴ്സ് ബേസിസും ഫെയിം ബേസിസും അവരൊരു കോൺട്രാക്റ്റ് തരും. ആ കോൺട്രാക്റ്റിനനുസരിച്ചായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. പക്ഷെ അതിൽ നിന്ന് ആർക്കും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? അതിൽ നിന്ന് ആർക്കും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ആൻഡ് അവൻ ഇനി തിരിച്ച് കിക്കിൽ കയറുമെന്ന് കാര്യമൊക്കെ പറയുകയും ചെയ്തായിരുന്നു. അതിനി നടക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ ഓപ്പറേഷൻസ് കിക്ക് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് ഇനി തിരിച്ചു പോകാനാണെങ്കിൽ പോലും കിക്കിനകത്ത് ആരെയും ഇന്ത്യയിൽ നിന്ന് ഒരു സ്ട്രീമേഴ്സിനെയും എടുക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് കോൺട്രവേഴ്സി ആയ എണ്ണാവുന്നു. കോൺട്രവേഴ്സി ഒന്നും എനിക്ക് അങ്ങനെ കോൺട്രവേഴ്സി കാര്യങ്ങൾ എനിക്ക് അവൻ്റെ ലൈവിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുവിടറാ. ഞാൻ പറയണ അവന് ഒരു ലൈവ് സ്ട്രീമിംഗ് പാറ്റേൺ ഉണ്ട്. സോ അതായിരിക്കും അവൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. അവൻ്റെ കാര്യങ്ങളാണ് അത്. മനസ്സിലായോ? സോ അത് അവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അവനോട് തന്നെ ചോദിക്കണം. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെപ്പറ്റി. അപ്പം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് പറയാം. കുറേ പേര് ഇങ്ങനെ കിക്കിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് എൻ്റെ അടുത്തും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പൈസ കിട്ടിയില്ലേ, പൈസ ഇത്രയും കിട്ടുന്നില്ലേ, അതാണെന്നൊക്കെ. അത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അത് അവർക്ക് അറിയാൻ പറ്റും. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോടാ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ലൈവിലിരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ഓൺലൈനിൽ വരുന്ന പൈസ ഒരിക്കലും ബ്ലാക്ക് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൺലൈനിൽ വരുന്ന എല്ലാ പൈസയ്ക്കും കണക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇപ്പോൾ പോയി തലയിടാൻ ഒരു താല്പര്യമില്ല ഗൈസ്. കാരണം എൻ്റെ കുഞ്ഞും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലും എല്ലാത്തിലും പോയി തലയിടേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല ഇപ്പം. അപ്പം നല്ലൊരു സമയത്ത് ഞാൻ വെറുതെ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? അത് വിടാം നമുക്ക്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ലൈവ് വരുമ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കും. ഇവിടെ സ്പാം ചെയ്തിട്ടും ഇവിടെ ഇരുന്ന് ചോദിച്ചിട്ടും ഒരു കാര്യമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞേനെ സത്യമായിട്ട്. ചേട്ടാ, നമുക്ക് ABS ആപ്സ് ഫ്ലെക്സ് ചെയ്താലോ വിത്ത് വില്ലത്തിന്ന്? ചേട്ടാ, വില്ലത്തി ചിലപ്പോൾ ആപ്സ് ഫ്ലെക്സ് ചെയ്യായിരിക്കും. ഞാനിവിടെ ഈ പുലികളിക്കുള്ള